നമ്മുടെ മാത്യൂസ് പാസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. താങ്ക് യു പാസ്റ്റർ. വലിയ ദൈവസാന്നിധ്യമായിരുന്നു നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. The mighty presence of God was manifesting. The mighty presence of God was manifesting. ഈ നമ്മുടെ പ്രയാസങ്ങളെ കഴുകിക്കളയുന്ന ഒരു സാന്നിധ്യം വന്നത്. Presence of God that wipes away our tears and removes our sorrows. എത്ര പേർക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചു. പലർക്കും ഇവിടെ വരുന്നത് മനസ്സിലായത്. I'm believing most of you, all of you understood what I'm saying. ഞാൻ അവസാനം അത് അല്പസമയം നമുക്ക് സമയം തരാം, നിങ്ങൾ അത് ടെസ്റ്റിമണി പറയണത്. So in the end I'll give you time to share your testimony concerning what God is doing for you. ശക്തമായൊരു ദൈവസാന്നിധ്യം വന്നു. നമ്മുടെ പ്രയാസങ്ങളെ ദൈവം കഴുകിക്കളയുന്ന, നമ്മളെ ഭാരങ്ങളെ ദൈവം കഴുകിക്കളയുന്ന ഒരു ദൈവസാന്നിധ്യം വരുവാനിടയായി. The presence of God is so heavy that He is removing our burdens and He is washing away our sorrows. ഓ ഹല്ലേലൂയ. സ്റ്റിൽ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. The Holy Spirit has filled me. I am to the brim. I am to the overflow. The Holy Spirit's presence on me here. Thank you, Jesus. നന്ദി കർത്താവേ, നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി. Holy Spirit, I thank you. Holy Spirit, I thank you for the presence. ഹല്ലേലൂയ. അല്പസമയം നമ്മൾ വചനത്തിലൂടെ ചിന്തിച്ചിട്ട് വീണ്ടും ആ വിഷയത്തിന് വേണ്ടി നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കാൻ പോകും. We will take some time to meditate on the word of God. Then we will pray for what we have heard or what was being ministered in the word. Now we'll take few minutes to hear from the word of God. നമ്മൾ വെറുതെ ഒരു അന്യഭാഷ പറഞ്ഞു പോകുന്നതിനേക്കാളും നല്ലത് വചനോട് ചിന്തിച്ചാൽ അത് നമ്മുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കാൻ പറ്റും. After praying in tongues, if you hear the word, if you understand, then we can remember the word in our hearts. അത് വെച്ചാണ് പിന്നെ നമ്മൾ വീണ്ടും അന്യഭാഷ പറഞ്ഞിട്ട് അത് പ്രാപിച്ചെടുക്കാൻ നോക്കുക. And then what God has spoken, then in the next session we'll be just praying to God to help us receive what has been ministered in the word. Thank you, Pastor, for your translation. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈവിൾ സ്പിരിറ്റും ഗോഡ് സ്പിരിറ്റിനെ കുറിച്ച് ചിന്തിക്കാം. ഈവിൾ സ്പിരിറ്റ് ആൻഡ് ഗോഡ് സ്പിരിറ്റ്. For today's consideration, for today's meditation, we will be thinking about the Holy Spirit and the evil spirit. അല്ലെങ്കിൽ spirit and the Holy Spirit. Evil spirit and God spirit. Holy Spirit അല്ല, God spirit, ദൈവത്തിന്റെ സ്പിരിറ്റ്. God spirit and evil spirit. So we are going to contrast on those. രണ്ടുകൂടെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ അത് മനസ്സിലാക്കി വേണം ദൈവത്തെ ആരാധിക്കുവാൻ. Once we get the understanding of it, then based on that we can worship God. നമുക്കറിയാം ഈവിൾ സ്പിരിറ്റിനെ കുറിച്ച് ഓൾഡ് ടെസ്റ്റ്മെന്റിലും ന്യൂ ടെസ്റ്റ്മെന്റിലും പരാമർശിക്കുന്നുണ്ട്. So both the testaments, Old and New, speaks about the evil spirit. പലപ്പോഴും അതിനെ അശുദ്ധാത്മാവെന്നാണ് പറയുന്നത്. അശുദ്ധാത്മാക്കൾ. Bible says unclean spirit, the unclean spirit. അല്ലെങ്കിൽ കള്ളം പറയുന്ന ആത്മാക്കൾ. The spirit that deceives or tells lies. അല്ലെങ്കിൽ മറ്റൊരു വേർഡാണ് ഭൂതാത്മാക്കൾ, ഭൂതങ്ങൾ. Demons. പല രീതിയിൽ ഈ അശുദ്ധാത്മാക്കളെ നമ്മൾ വിളിക്കുന്നുണ്ട്. We give this evil spirit many names. അപ്പൊ എല്ലാ സാഹചര്യങ്ങളിലും ദുഷ്ടാത്മാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ദുഷ്ടാത്മാക്കൾ തന്നെയാണ്. We say these are evil spirits, they are unclean spirits, they are demons. അവരുടെ ഏറ്റവും വലിയ ഉദ്ദേശം ദൈവത്തിനെതിരെ പ്രവർത്തിക്കുക. Their agenda or purpose is to work against God and be the enemy of God. എന്നാൽ ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം, ദൈവത്തിന് സകല പരമാധികാരമുള്ളതിനാൽ. So you have to understand that the Almighty God has all authority and all power. ചില സമയത്ത് ദൈവത്തിന് ഈ ദുരാത്മാക്കളെ ഉപയോഗിക്കാൻ പറ്റും. Sometimes God uses these evil spirits for His purposes. കാരണം അത് ദൈവത്തിന്റെ, ഈ പ്രപഞ്ചം മുഴുവൻ ദൈവത്തിന്റെ ഭരണത്തിലാണ്, അല്ലെങ്കിൽ ദൈവമാണ് അധികാരി എന്ന് കാണിക്കാൻ വേണ്ടി അത് തെളിയിക്കുന്നതാണ്. This God shows us that He is the
Almighty God of the whole universe. He has power over everywhere. ഈ ദുഷ്ടാത്മാക്കൾ അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റിന്റെ ഉത്ഭവം നമ്മൾ ബൈബിളിൽ വെളിപ്പെടുത്തുന്നില്ല എങ്കിലും സാത്താന്റെ മത്സരത്തിൽ അല്ലെങ്കിൽ ലൂസിഫറിന്റെ മത്സരത്തില് അവനോടൊപ്പം വീണുപോയ ദൂതന്മാരാണെന്ന് എന്നറിയപ്പെടുന്നു. So we don't know exactly the genesis of the creations of these evil spirits or demons, but we can understand all these demons come during or be seen during the rebellion of Lucifer against God, and these are fallen angels. They fell with Lucifer. മത്തായി സുവിശേഷം 25:41, വെളിപ്പാട് 12:7-9 നിങ്ങൾ വായിച്ചു നോക്കണം. If you study Matthew 25, Revelation 12:7, you can see that about Satan. അപ്പോൾ ഈവിൾ സ്പിരിറ്റ് അല്ലെങ്കിൽ ദുഷ്ടാത്മാക്കള് തിന്മയുടെ ഒരു സോഴ്സാണ്. They are evil spirits are source of all evil or wickedness. അതാണ് എഫേസ്യ ലേഖനം 6:12 നമ്മൾ വായിക്കുന്നത്. So that's what Paul mentions in Ephesians 6:12. അപ്പൊ സാത്താന്റെ മേധാവിയാണ് ഈവിൾ സ്പിരിറ്റ് അല്ലെങ്കിൽ ഓൾ ഡീമൺസിന്റെ മേധാവിയാണ് ലൂസിഫർ, സാത്താൻ. So Satan is the head or the top, the head of all evil, all principalities, all powers, all rulers of darkness. ഇനി പഴയ നിയമത്തിൽ നമുക്കറിയാം ദുഷ്ടാത്മാക്കളെയും അല്ലെങ്കിൽ അനുസരണം കെട്ട മനുഷ്യർക്കുള്ള ശിക്ഷയായി ദൈവം അയച്ചതാണ് ദുഷ്ടാത്മാക്കളെ ദൈവം അയക്കുന്നത് അനുസരണം കെട്ട ദൈവമക്കളെ നേരെയാക്കാൻ വേണ്ടിയായിരുന്നു. In the Old Testament, sometimes when children of God or men are evil, sometimes just to correct them or to do something with them, God sometimes sends evil spirits. നിങ്ങൾ വായിച്ചാൽ അറിയാം, രാജാക്കന്മാർ 1 രാജാക്കന്മാർ 22:20-23, അതുപോലെ ന്യായാധിപന്മാർ 9:23 അബീമേലെക്കിനെ ന്യായം വിധിക്കുവാൻ ഗിദിയോന്റെ പുത്രന്മാരെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുവാൻ ദൈവം ഒരു ഈവിൾ സ്പിരിറ്റിനെ അയക്കുന്ന കാണാൻ പറ്റും. So we can see in the book of Judges that God used some evil spirits to revenge the death of the killing of Gideon's son against Abimelech. ദൈവം തിന്മയുടെ സൃഷ്ടാവല്ല, എന്നാൽ അവന്റെ നിയന്ത്രണത്തിന് വിധേയമായ ദുഷ്ടശക്തികൾക്ക് അവന്റെ പദ്ധതിക്ക് അനുസൃതമായി മുന്നോട്ട് പോകാൻ പറ്റും. God is not the source nor the creator of evil, but he can use this evil spirits to further his purpose or his plan. നോക്കിയ ശൗലിനെ രാജാവായി അല്ലേ, താൻ തള്ളിക്കളഞ്ഞതായിട്ട് ദൈവം കാണിക്കാൻ വേണ്ടി ദുരാത്മാവിനെ അയച്ചു. The Saul was the first king of Israel. When he was rejected, an evil spirit was sent to Saul to show he was rejected. ഈ ദുരാത്മാവ് വരുമ്പോൾ ശൗലിന് എന്താ കോപവും നിരാശയും ഡിപ്രഷൻ ഉണ്ടായി അനുഭവിക്കാൻ തുടങ്ങി. So when the evil spirit came, he became very angry. On the other hand, he began to have depression. He went into bouts of depression. നമ്മൾ വായിക്കുന്നത് യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുപോയി, യഹോവ ദണ്ഡിപ്പിക്കുന്ന ആത്മാവിനെ അയച്ചു, അതിന് പകരം ദണ്ഡിപ്പിക്കുന്ന ആത്മാവിനെ അയച്ചു. So the spirit of God left Saul and instead an evil spirit came. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? വിഷാദവും ഭയവും അയാൾക്ക് ഉണ്ടായി. So he became sorrowful, he became depressed, and he also became angry. അതുകൊണ്ടാണ് ശൗലിന്റെ ഭൃത്യന്മാര് പറയുന്നതാണ് ദൈവം അയച്ചൊരു ദണ്ഡിപ്പിക്കുന്ന ആത്മാവ് നിന്നെ ബാധിക്കുന്നു. So some of his counselors and advisors said, an evil spirit from the Lord has affected you. അതാണ് 1 ശമൂവേൽ 16:14-15 പറയുന്നത്. So that is said in 1 Samuel 16:14-15-16. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ഭൂതം എന്ന പദം പലപ്പോഴും ദുഷ്ടാത്മാവിന് പകരമാണ് ഉപയോഗിക്കുന്നത്. ഭൂതം, ഡീമൺ. So the New Testament Greek uses the word demon. അപ്പൊ ഈ ദുഷ്ടശക്തികള് മനുഷ്യർക്ക് ദുഷ്ടത വരുത്തുകയും അവരെ അശുദ്ധരാക്കുകയും ചെയ്യുന്നു. So these unclean spirits or demons make people unclean. നമ്മുടെ എല്ലാ ഭവനത്തിൽ കേട്ടോ, നിങ്ങൾ ആരും മാറ്റി വെക്കണം, എല്ലാവരുടെ ഭവനത്തിൽ ഫെമിലിയർ, അതായത് ഒരു എന്താ ഈ മന്ത്ര അല്ലെ ഫെമിലിയർ സ്പിരിറ്റ് അല്ലെ, മലയാളം എന്തുവാ? So everybody, all of us house, maybe the familiar spirits can come. അത് ഫെമിലിയർ സ്പിരിറ്റ് നിങ്ങളുടെ തലമുറ നിങ്ങളുടെ അപ്പന്റെ തലമുറകളായി മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു സ്പിരിറ്റ് ആണത്. This familiar spirit has been coming from genealogy to genealogy, from father to father. സ്പിരിറ്റ് ഒരിക്കലും മരിക്കുന്നില്ല. മനുഷ്യൻ മരിക്കും 100 വയസ്സ് അല്ലെങ്കിൽ 80 വയസ്സ് മനുഷ്യൻ മരിക്കും, സ്പിരിറ്റ് ഒരിക്കലും മരിക്കുന്നില്ല. The human body dies, but the spirit never dies.
നിങ്ങളുടെ സകല ഈ ഭവനങ്ങളിൽ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെ ഭവനത്തിൽ ഈ സ്പിരിറ്റ് ഉണ്ടാവും. Most of you can have the familiar spirits even in your homes. അതുകൊണ്ടാണ് ഈ തലമുറകളായിട്ടുള്ള സംഭവങ്ങളെല്ലാം അവനറിയാം. നിങ്ങളുടെ ഒരു ഭവനത്തിൽ ഒരു വേലക്കാരൻ അല്ലെങ്കിൽ വേലക്കാരി നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ സംഭാഷണം, നിങ്ങളുടെ ഫോൺ കോൾസുകളെ, നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വീക്ക്നെസ്സുകളെല്ലാം അവർക്ക് മനസ്സിലാവും. അത് തന്നെയാണ് ഫെമിലിയർ സ്പിരിറ്റ് നമ്മുടെ To give you an example, if somebody is working for you, you have you have help in the kitchen, somebody drives, a servant in your house, they will know everything about you. What is your strength, what is your weakness, how you behave, how you act, because they live with you. Same way, familiar spirits pick up things about you. നിങ്ങളൊരു അശുദ്ധ പ്രവൃത്തി ചെയ്യുന്ന ഒരാള് ഒരു ഫോട്ടോയോ വീഡിയോ എടുത്തുന്നിരിക്കട്ടെ. And if you are doing something and you shoot a picture or a video, അത് വെച്ച് നിങ്ങളെ അവർ കൺട്രോൾ ചെയ്യാൻ പറ്റും. Based on that, they can control you. അതുപോലെ തന്നെയാണ് ഫെമിലിയർ സ്പിരിറ്റ് എല്ലാ ഭവനത്തിലും ഉണ്ട്. Familiar spirits are in houses. പക്ഷെ അതിനെ യുദ്ധം ചെയ്യാവുന്ന നമ്മുടെ കടമയാണ്. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടാണ്, സ്നാനപ്പെട്ടാണ്, വിശുദ്ധിയോടെ ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ ഉള്ളിൽ യേശു ജീവിക്കുന്നുണ്ട്. അവനെ ഇനി നമ്മുടെ വീടുകളിൽ വാഴ്ത്താൻ അനുവദിക്കില്ല, അവനെ വെച്ചുകൊണ്ടിരിക്കാൻ അനുവദിക്കരുത്. So we are born again children of God. We are baptized. We are baptized in the Spirit. We live a holy life, and we have the authority. So we don't let these familiar spirits come and live in our families. കാരണം നമ്മുടെ പിതാക്കന്മാർ ഇതെല്ലാം ചെയ്ത് അവർക്കെല്ലാം ഈ പാവങ്ങളുണ്ട്. അവരുടെ വീക്ക്നെസ്സുകളും അവർ ചെയ്ത പാവങ്ങളും എല്ലാം തലമുറയായിട്ട് ഇവനറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഇവനറിയാം എവിടെ ഫൈറ്റ് ചെയ്യണമെന്ന്. So these familiar spirits know everything about the father's generations. So they know the family history, the family weakness, the family sins. So these familiar spirits know how to attack you. അതുകൊണ്ടാണ് നിങ്ങൾ ജനറേഷൻ ഗേഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പലർക്ക് എത്ര ബിസിനസ് ചെയ്യാലും രക്ഷപ്പെടത്തില്ല, എത്ര കടഭാരം വന്നാലും ഇതിൻ്റെ അകത്ത് രക്ഷപ്പെടുന്നില്ല, എത്ര നിങ്ങൾ ഉപസിച്ച് പ്രാർത്ഥിച്ചാലും നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഇല്ല, നിങ്ങൾ എത്ര കരഞ്ഞ് നിലവിളിച്ചാലും നിങ്ങൾക്ക് രോഗശാന്തി ഇല്ല, നിങ്ങൾക്ക് എത്ര നിങ്ങൾ പിള്ളേർക്ക് വേണ്ടി കരഞ്ഞാലും അവർക്ക് ഡെലിവറൻസ് കിട്ടുന്നു. നോക്കി, ഇതെല്ലാം ഫെമിലിയർ സ്പിരിറ്റിന്റെ ഒരു പരിപാടികളാണ്. So some of us have different generational curses. Some may not succeed in business. You do all manner of business, all manner of investment. It doesn't take off. Some of you keep on praying for your children that they are not getting saved. Some of you have this issue or that issue, this generational curse you can't break off. But these are all put into action by these familiar spirits. നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ തലമുറകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അതായത് പിതാക്കന്മാരിൽ, അവരുടെ പിതാക്കന്മാരിലൊക്കെ ഇതുണ്ടായിരുന്നു, പ്രഷർ ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മാറാരോഗങ്ങൾ ഉണ്ടായിരുന്നു, സ്കിൻ ഡിസീസുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭ്രാന്തിന്റെ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവനറിയാം. ഇവൻ എന്ത് ചെയ്യുന്നറിയോ? നമ്മളിലും നമ്മുടെ തലമുറകളിൽ അതുകൊണ്ട് ഇടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. So these demons know the family history, what was the family disease, be it blood pressure, sugar, cholesterol, or whether it be mental disease, insanity, this or that. These familiar spirits know this. So they try to put these things on your generation, this present generation. നിങ്ങൾ ഡോക്ടറേക്ക് ചെയ്യുമ്പോൾ ഡോക്ടർ ചോദിക്കത്തില്ലേ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ക്യാൻസർ ഉണ്ടോ, അവർക്ക് ഷുഗർ ഉണ്ടോ, അവർക്ക് പ്രഷർ ഉണ്ടോ, അവർക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഇങ്ങനെ ജനറേഷൻസ് നോക്കിയേ, ജീനിയോളജി മുഴുവൻ അന്വേഷിക്കും. നോക്കി, ഇത് തന്നെയാണ്, ആ സ്പിരിറ്റ് ആണ് ഇന്ന് നമ്മുടെ പെന്തക്കോസ്തൽ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഭവനങ്ങളിൽ കൺട്രോൾ ചെയ്യുന്നത്. So if you go to a hospital or a doctor, they will inquire about your family history. What is your health history? Famous? Is there this cancer, this diabetic, cholesterol? Does it run in your bloodline? So the doctors try to find your health history or medical history. The same way the demons follow this pattern, this familiar spirits, and what you see in this all these churches or in the Christian circle is the work of these generational things put on you by the familiar spirits. നിങ്ങളുടെ വീക്ക്നെസ് ഫോർ എക്സാമ്പിൾ പോണോഗ്രാഫിക് അഡിക്ഷൻ ആണെന്ന് വിചാരിക്കട്ടെ, അത് നിങ്ങളിൽ നിന്ന് വന്നതല്ല, അത് നിങ്ങളുടെ ഫാദറോ നിങ്ങളുടെ മദറോ അല്ലെങ്കിൽ അവരുടെ ജനറേഷൻ ആർക്കും ഈ അഡിക്ഷൻ ഉണ്ട്, അത് ഇങ്ങനെ അവൻ കൊണ്ട് നിങ്ങൾ ഇടുന്നതാണ്. So all humans have weakness of the flesh. Like for example, let us take pornography. So you see or somebody or your children, somebody or who is always doing the pornography. It could have run in the family, from the father's house. Somebody might have done it.
for the mother's house, somebody have done it, and now this is manifesting in this present generation. ഈവൻ ഞാൻ എൻ്റെ ഫാദറിനെ പറ്റി എൻ്റെ മദറിനെ പറ്റി അവരുടെ മുന്നിലുള്ള കാര്യങ്ങൾ എനിക്ക് അറിയത്തില്ല, എന്നാൽ കുറച്ചൊക്കെ അറിയാം. ആ വീക്ക്നെസ് പലപ്പോഴും എന്നെ ഒന്ന് അറ്റാക്ക് ചെയ്യും എൻ്റെ ഫ്ലഷിൽ. ഞാൻ പറയും നോ, എനിക്ക് അവരുമായിട്ട് ബന്ധമില്ല. മീൻസ് എന്താ വെച്ചാൽ എനിക്ക് എന്താ പറഞ്ഞത്, രക്തബന്ധമുണ്ട്. ഞാൻ പറയുന്നത് ആ സ്പിരിച്വൽ മണ്ഡലത്തിൽ എനിക്ക് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യും. Oh, I know my father, I know my mother, I know their behavior, their character. So sometimes it attacks me with their weakness, their sins. I said, no, I will not accept it. I'm a born again, New Testament, new creation in Christ. I will not allow you to put this on me because I am born in Christ. I am a new creation in Christ. I will not accept generational sins. നിങ്ങളുടെ ദേഷ്യത്തിന് കാരണം നിങ്ങളല്ല, കാരണം നിങ്ങളിൽ വന്ന് വ്യാപരിക്കുന്ന ആത്മാവാണ്. So for example, you are provoked, you are angry, and you're furious. You are not responsible. These generational anger has come. ഈവൻ സദാം ഹുസൈനും ഞാൻ പറയാം, സദാം ഹുസൈൻ പാവ മനുഷ്യനാണ്, പക്ഷെ അവർ വ്യാപരിക്കുന്ന ആത്മാവിഷയം. So I will say, for example, the former dictator of Iraq, the president of Iraq, I would say he was an okay person, normal person, but a demon was working through him. A demon took over him and used him. ലോകത്തിലെ സകല എന്താ പറയുന്നത് BJP-ക്കാരും RSS-കാരും അല്ലെങ്കിൽ മുസ്ലിങ്ങളെല്ലാം പാവങ്ങളാണ്, പക്ഷെ അവർ വ്യാപരിക്കുന്ന ആത്മാവാ വിഷയം. When, for example, in India, whether be it a BJP, RSS person or a Muslim fanatic, but they are normal, simple, ordinary people. But what transforms them, what makes them act like that is this demon or the devil that is working in them and manifesting through them. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ നോക്കണം, നിങ്ങളുടെ ഡെവിൾസിന്റെ ഒരു അറ്റാക്ക് എപ്പോഴും നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ, നിങ്ങളുടെ ഹസ്ബൻഡിലും നിങ്ങളിലൂടെ ഒക്കെ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കാം. അത് നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശാസിച്ചാൽ നിങ്ങൾക്ക് ഭയങ്കര വിടുതലായിരിക്കണം ഭവനത്തിൽ. So you should be able to monitor the behavior of people in your family, whether that be your spouse, your husband, your wife, your children. They could be attacked by the devil or by the devil, but you should be vigilant enough to rebuke that in the name of Jesus. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഈ സ്പിരിറ്റിന്, ഈ ഫെമിലി സ്പിരിറ്റിന് നിങ്ങളുടെ ഭവനത്തെ കുറിച്ച് എല്ലാം അറിയാം, നിങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് മുഴുവൻ അറിയാം, നിങ്ങളുടെ ബന്ധുക്കളെ കുറിച്ച് മുഴുവൻ അറിയാം. നിങ്ങൾ തകർന്ന് തരിപ്പണമായിരിക്കുമ്പോൾ നിങ്ങളൊരു മന്ത്രവാദിയുടെ പോയി നോക്കിയേ, പോകണമെന്നല്ലേ പറഞ്ഞ് പോയി നോക്കിയേ. Not working in your life, you are suffering all kinds of losses, financial losses, disaster. Like usually people in Kerala, when they have such things, they go to an astrologer or a palmist to find a solution. I'm not saying you should go, but if you go, അവർ കൃത്യമായിട്ട് ആലോചന പറയും, പ്രവചിക്കുന്നത് പോലെ തന്നെ കറക്റ്റ് ആലോചന പറയും. എങ്ങനെയാണത്? So they will reveal everything by the word of knowledge. You'll be stunned because they will very accurately say what is happening in your life. അങ്ങനെ ഫെമിലിയർ സ്പിരിറ്റ് എന്ന് പറയുന്നത്. So those astrologers or the palmistry people are under the influence of the familiar spirit. അതാണ് they are operating under the power of the familiar. അതാണ് ശൗൽ അല്ലേ, ശൗലിന് പറ്റിയതല്ലേ, ശൗലല്ലേ പാസ്റ്റർ, സോറി എന്താ പറഞ്ഞല്ലേ, ശൗലിന് പറ്റിപ്പോയതാണ്. അദ്ദേഹം ആകെ ഡിപ്രഷനായി, അദ്ദേഹത്തിന് ദൈവാലോചന കിട്ടുന്നില്ല, ദൈവത്തിന്റെ സ്പിരിറ്റ് പോയി, ആകെ ആള് എന്താ പറയുന്നത് ടെൻഷനായി, സ്ട്രെസ്സായി. പിന്നെ അദ്ദേഹം വെളിച്ചപ്പാടത്തിന് അരികെ പോകേണ്ടതായിട്ട് വന്നു. So you see, Saul, the presence of God left him. The demon, depression, anger began to attack him. He wanted to get an answer. So he went to a medium. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭവനത്തിൽ എല്ലായിടത്തും ഫെമിലി സ്പിരിറ്റ് ഉണ്ട്, അതിനൊന്ന് തകർക്കണം, നിങ്ങൾ ഈ ആത്മാവിൽ തകർക്കണം. You should take responsibility to destroy this familiar spirit that manifests in your household. നിങ്ങൾ തകർക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനം മുന്നോട്ട് പോകത്തില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണ്, സ്നാനപ്പെട്ടതാണ്, നിങ്ങൾ പുതിയ പുതിയ ബോണഗേനാണ്. നിങ്ങൾ യേശു ക്രിസ്തു നിങ്ങളുടെ കാൽവരിയിൽ നിങ്ങളെ ശുദ്ധീകരിച്ചു, നിങ്ങളുടെ കേഴ്സുകൾ തകർത്ത്, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ ആത്മാവിൽ അധികാരത്തിൽ, ദൈവം തന്ന അധികാരത്തിൽ തകർത്തെങ്കിൽ മാത്രമേ നമുക്ക് ഭാവി, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി, നമ്മുടെ ഭാവി അനുഗ്രഹിക്കപ്പെടത്തുള്ളൂ. So, all things are true. The Lord loves you, and the Lord has died for you. The Lord has washed away your sins and redeemed you from the curse and given you the blessing, filled you with the Holy Spirit. You speak in tongues, all well and good, it's all good and true. But what I'm trying to say, be watchful, be alert about this familiar spirit, and destroy their monitoring and their works in your family so that you can progress and prosper in life. ഈ അശുദ്ധാത്മാവിന്റെ എന്താണ്, അവൻ ഏറ്റവും കൂടുതൽ നമ്മളെ അശുദ്ധി വരുത്തുക, അവന്റെ ഉദ്ദേശം അശുദ്ധി വരുത്തുക.
So one of the major purposes of the unclean spirit is to make you unclean. ശാരീരികമായ ഉപദ്രവം ഉണ്ടാക്കുക, Then also to put the physical afflictions, physical രോഗാത്മാവിനെ oppression, നമ്മുടെ ബോഡിയിൽ കൊണ്ടുവരിക, bring infirmity, bring sickness, bring disease, pain to your body. ഞാൻ പറയുമ്പോൾ റൈറ്റ് സൈഡിൽ വയറിന്റെ റൈറ്റ് സൈഡിൽ ഈ പള്ളയ്ക്കുള്ള വേദന, പള്ളെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, എന്റെ സൈഡ് റൈറ്റ് സൈഡ് വാരിയലിന്റെ താഴെയായിട്ട് ഡബിൾ സ്പിരിറ്റ് ഉണ്ട്, അതിപ്പോ റിമൂവ് ചെയ്യുക, നിങ്ങൾ വിട്ടുപോകുക. As I'm speaking, somebody's stomach right beneath your rib, a demon is leaving you on right side of your stomach, your lower stomach, by the ribs. Yeah. ദുഷ്ടാത്മാക്കൾ ആൾക്കാരെ പൊസസ് ചെയ്യും. Even evil spirit have possession. Some people are possessed by evil spirits. വിശ്വാസികളെ പോലും പൊസസ് ചെയ്യും. If the believers, the Christian yields to them, they can fall under the possession. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ പരിശുദ്ധാത്മാവ് സ്വീകരിച്ചല്ല, യേശുവിനെ സ്വീകരിച്ച വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക, സോളിൽ ഇത് വന്ന് കയറും. Even if you are born again, when you are born again, your spirit is born again. But if you yield or open yourself up, there's a chance that you can be attacked by the demon in your soul. ദുഷ്ടാത്മാക്കൾ അല്ലെങ്കിൽ ഈ ഭൂതങ്ങളെ യേശുക്രിസ്തു പല തവണ പുറത്താക്കുന്നതായിട്ട് കാണാൻ പറ്റും. 8:16, മത്തായി 8:16, ലൂക്കോസ്, മർക്കോസ് എല്ലായിടത്തും കാണാൻ പറ്റും. So if you go through the Gospels, Mark or Matthew 8, you can see Jesus casting out demons many a time in the New Testament. So അതിനെ പുറത്താക്കാൻ തന്റെ ശിഷ്യന്മാർക്ക് യേശു അവന്റെ നാമത്തിൽ അധികാരം കൊടുത്തിരിക്കുക. So in the Gospels, Jesus himself gives his authority to all his apostles, all his disciples to cast out demons in his name. യേശു ആരാണെന്ന് ഭാവിയില് അവരെ ന്യായം വിധിക്കുമെന്ന് ദുഷ്ടാത്മാക്കൾക്ക് അറിയാം. All the demons immediately recognized who Jesus is, and they also knew down the line, in the age to come, Jesus will judge them. ഒരു anointing ഒഴുകിക്കൊണ്ടിരിക്കും. Thank you, Holy Spirit. As I'm speaking this, I feel the anointing coming on me. Fill me, Holy Spirit. എന്നെ നിറച്ചാലും പരിശുദ്ധാത്മ. ഇതിനെ പുറത്താക്കണമെങ്കിൽ യേശു പറഞ്ഞ എന്താണെന്നറിയോ, സകല ഭൂതങ്ങളിൽ മേലുള്ള അധികാരം ഞങ്ങൾക്ക് തരുന്നു. So how do you handle this? Jesus said all power in heavens and earth is given to me. So he's delegating the authority in the name of Jesus to cast out demons. നിങ്ങൾക്ക് അധികാരത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അധികാരം നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ ഇതിനെ പുറത്താക്കാൻ പറ്റും. So once you realize that you have the authority, then you can cast this demon out. അന്ത്യകാലത്ത് പലരും ദുഷ്ടാത്മാക്കളിലും അവ പ്രബോധിപ്പിക്കുന്ന വ്യാജ പഠിപ്പിക്കലെല്ലാം വഞ്ചിക്കപ്പെടും. 1 തിമോത്തി 4:1. 1 Timothy 4:1 says, in the last days many will be deceived by the doctrine of demons or wrong teachings. കണ്ടോ, അതായത് പാസ്റ്റർമാരിൽ പോലും ദുഷ്ടാത്മാവിന്റെ ഒരു ആവാസം ഉണ്ടാവും എന്ന് പറയുന്നത് അന്ത്യകാലത്ത്. Anybody is a minister of the gospel can yield to the evil spirits, or evil spirits can work, but in the false teachers can come. എത്ര പാസ്റ്റേഴ്സിനെ വിളിക്കുന്നറിയോ, പ്രോൺ അഡിക്ഷൻസ് ആയിട്ടുള്ള അവര് ബൈബിൾ ടീച്ചേഴ്സ് ആണ്, അവര് പ്രസംഗിക്കുന്നവരാണ്. എത്ര പേര് പ്രോൺ അഡിക്ഷൻസിനായി വിളിക്കുന്നറിയോ ഡെലിവറൻസിന് വേണ്ടി. So let me say something private. Many preachers and who are preaching and who are pastors, many of them call me because they are addicted to porn. They say they call me up to get delivered from addiction to pornography. എത്ര പാസ്റ്റേഴ്സിനാണെന്നറിയോ സെക്കൻഡ് വൈഫ് ഉള്ളത്. Many pastors have secret adultery. They will have somebody on the side other than their wife. ഞാൻ അവരോട് പറയും, നിങ്ങളെ കൊല്ലുവാണെങ്കിൽ നിങ്ങളുടെ സഭയെ നിങ്ങൾ കൊല്ലും. നിങ്ങളുടെ സഭയിൽ എത്ര ആത്മാക്കളുണ്ട് അവരെല്ലാം നിങ്ങൾ ഈ സ്പിരിറ്റ് കൊണ്ട് നിറയ്ക്കുക. So I tell them, pastors, when you are having affairs and when you are having somebody on the side, what you are doing is that you are destroying your life and you are destroying your church. You are allowing these spirits to come into your life. ദുരാത്മാവ് പിടിച്ചവന്റെ അരികെ പോയി നിങ്ങൾ തല വെച്ചു കൊടുക്കുമ്പോൾ ആ ദുരാത്മാവ് നിങ്ങൾ പ്രവേശിക്കും. There's a chance that if you yield and you sit under the wrong teaching of a person under the unclean spirit, these things can get down to you. അതാണ് തിമോത്തി പറഞ്ഞത്, വഞ്ചിക്കപ്പെടും, ദൈവമക്കൾ വഞ്ചിക്കപ്പെടും. That's why the Bible says, do not be careful not to be deceived.
അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞത് വഞ്ചനപരമായ ദുഷ്ടാത്മാക്കൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നതിനെ കുറിച്ച്. അത് ലാസ്റ്റ് നാളുകളിൽ ഭയങ്കരമായ വഞ്ചന നടന്നുകൊണ്ടിരിക്കും. In the last days, these evil spirits will come and try to deceive, and many shall be deceived, or there's a possibility of many being deceived. അതാണ് വെളിപ്പാട് പുസ്തകം പറഞ്ഞത്, ഒരു തവളകളെ പോലെ തോന്നിക്കുന്ന 3 ദുഷ്ടസേനകൾ, ദുഷ്ടാത്മാക്കൾ മഹാസർപ്പത്തിന്റെയും മൃഗത്തിന്റെയും കള്ളപ്രവാചകന്മാരുടെയും വായിൽ നിന്ന് ചാടുന്ന ഞാൻ കണ്ടു. So he said, from the Antichrist, from the false prophet, and from the beast mouth, I saw something similar to a frog coming out of their mouth. This unclean spirit, looking like a frog, came out of the mouth of the Antichrist and the false prophet and the beast in the book of Revelation. അവർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ലോകത്തിലെ എല്ലാ ഭരണാധികാരികളെയും സർവശക്തനായ ദൈവത്തിന്റെ ആ വലിയ ന്യായവിധി ദിവസത്തിൽ കർത്താവിനെതിരെ യുദ്ധം ചെയ്യുന്നതിനായി കൂട്ടിച്ചേർക്കുവാൻ അവരുടെ അടുക്കലേക്ക് പോവുകയും ചെയ്യുന്ന പൈശാചിക ആത്മാക്കളാണ്. These spirits have power to assemble, congregate large number of people, large populace all over the earth to fight against God. ഉടനെ യേശു പറഞ്ഞാൽ കള്ളനെ പോലെ അപ്രത്യക്ഷമായി വരും. So Jesus said, I will come like a thief in the night. എന്നെ കാത്തിരിക്കുന്നവരെല്ലാവരും ഭാഗ്യവാന്മാർ. So those who wait for me, those who wait for the അവര് നഗ്നരും ലജ്ജിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്താണ് അവർ വസ്ത്രങ്ങൾ വിശുദ്ധിയോടെ സൂക്ഷിക്കട്ടെ. So that you keep yourself holy and be with the white garment, so no one sees you in need. പൈശാചിക ആത്മാക്കളെ എല്ലാ ഭരണാധികാരികളെയും അവരുടെ സൈന്യങ്ങളെയും എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യാനിടയാവും. So you have to say these demons will control rulers of the earth. The demons will control large group of people and even armies. All will be infiltrated and controlled. ദുഷ്ടാത്മാക്കള് സാത്താന്റെ ഒരു ഇരുണ്ട ശക്തിയാണ്, ഒരു ഭാഗമാണ്. So demonic armies or the demon forces are the part of the dark unseen army of the devil. ദൈവത്തിന്റെയും അവന്റെ ജനത്തിന്റെയും ശത്രുക്കളാണ്. These demons are the enemies of God and the people of God. ഇന്ന് ലോകത്തില് വ്യാജ ജീവിതവും അഴിമതി, ദ്രോഹം, ഇവയെല്ലാം ദുഷ്ട ആത്മാക്കളാണ് എന്താ പറയുന്നത് ഇവർക്ക് കൊടുക്കുന്നത്, പ്രോത്സാഹിപ്പിക്കുന്നത്. These activities, wickedness, hatred, enmity, deception, lies, all these things. These demons will come and influence. ഇവ ദൈവത്തിന്റെ വിശുദ്ധി, നന്മ, നീതി, വെളിച്ചം, സ്നേഹം എന്നിവയെ എതിർത്തുകൊണ്ടുള്ള ഒരു ശക്തിയാണ്. These spirits resist God's love, God's mercy, God's kindness, God's goodness. They stand against the very glory of God. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടെന്ന് വലിയൊരു തെളിവാണ്. നിങ്ങൾ വിശുദ്ധിയിലോട്ട് നയിക്കാൻ എപ്പോഴും നിങ്ങൾക്ക് ദാഹമായിരിക്കും. A proof that you have the Holy Spirit is that you will be led to live a holy life, a righteous life. പരിശുദ്ധാത്മാവ് വിശുദ്ധിയുടെ ആത്മാവാണ്. The Holy Spirit, the Spirit of God is a spirit of holiness. ദുഷ്ടാത്മാക്കൾ നേരെ ഓപ്പോസിറ്റ് ആണ്, അവർക്ക് എപ്പോഴും അശുദ്ധിയെ ഇഷ്ടം. Whereas the demons they're like uncleanness, they are unholy. അവരെപ്പോഴും ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയുടെ ശത്രുത പുലർത്തുന്നു. They are enemies and they maintain enmity towards God and His God. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വാസികൾ എപ്പോഴും അവയെ ചെറുക്കണം, ഇതിനെ എതിർത്ത് നിൽക്കണം. That's why the Bible says, resist the devil. അതിനാണ് നമ്മൾ ജാഗ്രതയുള്ളവരും സുബോധമുള്ളവരായിരിക്കണം. That's why Peter says, be sober, be alert, resisting the devil. നിങ്ങളുടെ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു. So Peter says in 1 Peter 5, the Satan like a roaring lion, he is seeking whom he may devour. So വിശ്വാസത്തെ ഉറച്ചു നിന്നുകൊണ്ട് അവയെ എതിർത്ത് നിൽക്കുക. Peter says, but you resist him in faith. You resist the roaring lion in faith. ഞാനിപ്പം ഐവിൾ സ്പിരിറ്റിനെ കുറിച്ച് ഞാൻ ഫെമിലിയർ സ്പിരിറ്റിനെ പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പം നമ്മൾ അടുത്ത അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഫെമിലിയർ സ്പിരിറ്റിനെ ശാസിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രതികൂലങ്ങളിലെ ഈ പോരാടുന്ന അന്ധകാര ശക്തികളെ, രോഗാത്മാവിനെയൊക്കെ ശാസിച്ച് പ്രാർത്ഥിക്കണം. ഇനി ദൈവാത്മാവിനെ പറ്റി, ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് ഒരു അല്പസമയം ചിന്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. So I am stopping this
thing about the familiar spirits, because when we are going to pray, we are going to pray against the familiar spirits, and we will rebuke the sickness and disease and the familiar spirits in the family. Now let me take few moments to talk about the God spirit. ദൈവം ആത്മാവാകും. The Bible says God is a spirit. Jesus says God is a spirit. 4:24 യോഹന്നാൻ 4:24 John 4:24 says God is a spirit. ദൈവം ആത്മാവാകുന്നു, അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിൽ ആരാധിക്കണം. Jesus says God is a spirit. Those who worship him must worship in spirit and in truth. അതുകൊണ്ട് യേശു ആ സ്ത്രീയോട് പറയുന്നത് ദൈവം ആത്മാവാകുന്നു. Jesus says the Samaritan woman in John 4, God is a spirit. എന്നാൽ ദൈവപുത്രനായ യേശു The Son of God Jesus, അല്ലെങ്കിൽ ദൈവം ആത്മാവാണെന്ന വസ്തു ദൈവപിതാവിന് മനുഷ്യ ശരീരം ഇല്ലെന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. പിതാവിന് ശരീരമില്ല, മനുഷ്യ ശരീരമില്ല. God is a spirit. God does not have the human body per se. He does not have the human body. എന്നാൽ പുത്രനായ ദൈവം മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ വന്നു. യോഹന്നാൻ 1:1. But John 1 says that the word became flesh. He took the bodily form of a human, and God the Son has come in the flesh, and we have seen his glory. എന്നാൽ പിതാവിന്റെ രൂപമില്ല. But God the Spirit does not have a human form. യേശു ഇമ്മാനുവേൽ എന്ന നിലയിലാണ്, അതായത് ദൈവം നമ്മോടുകൂടെ, മത്തായി 1:23 മനുഷ്യരിലോട്ട് ഇറങ്ങി വന്നത്. And you shall call his name Emmanuel, meaning God is with us. Matthew 1:23. മർത്യരായ മനുഷ്യരുമായി ദൈവത്തെ താരതമ്യം ചെയ്തുകൊണ്ടാണ് സംഖ്യാപുസ്തകം 23:19 പറയുന്നത്. ദൈവത്തിന്റെ സത്യസന്ധതയെ ഊന്നി പറയുന്നത് മനുഷ്യനായ ഭൂമിയിൽ മനുഷ്യരുമായി ദൈവത്തെ താരതമ്യപ്പെടുന്നുണ്ട്. സംഖ്യാപുസ്തകം 23:19. അതാണ് യേശു. Numbers 23:19 compares man and God, and that is Jesus. എന്നാൽ ദൈവം മനുഷ്യനല്ല. But God is not a man. ദൈവം കള്ളം പറയത്തില്ല. Because Numbers 23:19 says God is not a man that he should lie. ആ ദൈവത്തിന് മനസ്സ് മാറ്റാനും പറ്റത്തില്ല. And it is impossible for God to change. He cannot change his mind. അപ്പം ബൈബിൾ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിനെ കുറിച്ച് ശരീരമുണ്ടെന്ന് പറയുന്നുണ്ട്. ചിലർ ചോദിക്കും, ഉദാഹരണമായി യെശയ്യാ 59:1 പറയുന്നുണ്ട് ദൈവത്തിന് കൈയുണ്ട്, ചെവിയുണ്ട് ഒക്കെ കാണിക്കുന്നുണ്ട്. So some people say, the Bible says, Isaiah says God has hands, God has legs, God. So what do you mean by that? 2 ദിനവൃത്താന്തത്തിൽ കാണുന്നുണ്ട്, 10:16-9 കാണുന്നുണ്ട് ദൈവത്തിന്റെ കണ്ണുകൾ കാണുന്നുണ്ട്. Second Chronicles mentions the eyes of God. മത്തായി 4:4 ദൈവത്തിന്റെ വായ് കാണിക്കുന്നുണ്ട്. Matthew 4:4 says about the mouth of God. ദൈവത്തിന്റെ ആവർത്തന പുസ്തകത്തിൽ കാണുന്ന ദൈവത്തിന്റെ കൈകൾ കാണിക്കുന്നുണ്ട്. The Old Testament says the hand of God. അതെല്ലാം ശരിയാണ്. പക്ഷെ ഇതെല്ലാം ഈ ആന്ത്രോപോമോർഫി അല്ലെ, അങ്ങനെ ഭാഷയാണ് ആന്ത്രോപോമോർഫി എന്നതിന് പറയുന്നത്. ആന്ത്രോപോമോർഫിയ. But just make it easy. God is a spirit, and the spirit God has, but he doesn't have a human body. കാരണം നമുക്ക് മനസ്സിലാണെങ്കിൽ ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. To articulate in human terms, these things have to be explained. അപ്പൊ ദൈവത്തെ നമുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാത്തില്ല. If you just say spirit, people will have all kinds of ideas. അതിന്റെ മലയാളം കിട്ടി. അതാണ് ആലങ്കാരിക ഭാഷയാണ്. ആലങ്കാരിക ഭാഷ എന്നതിനെ പറയുന്നത്. So this the word is actually these are poetic similes. അതിനാണ് ആന്ത്രോപോമോർഫി എന്നാണ് പറയുന്നത്. ആന്ത്രോപോമോർഫി ഇംഗ്ലീഷ് ആലങ്കാരിക ഭാഷ. So for those who know literature, this is allegory. This is allegory or yeah. അതുകൊണ്ട് ദൈവത്തിന് യഥാർത്ഥമായ ഒരു ശരീരമില്ല, സ്പിരിറ്റ് ആണ് ദൈവം. God is a spirit. ദൈവം ആത്മാവാണെന്ന് പറയുന്നത് പിതാവായ ദൈവം അദൃശ്യനാണെന്ന് പറയുന്നതിന് തുല്യമാണ്. അതാണ് കൊലോസ്യ ലേഖനം 1:15 കാണുന്നത്. Colossians 1:15, God is invisible. So കൊലോസ്യ ലേഖനം 1:15 ദൈവത്തെ അദൃശ്യനായ ദൈവം എന്നാണ് പറയുന്നത്. Colossians says the invisible God. അതാണ് 1 തീമോത്തി നമ്മൾ വായിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു, യുഗങ്ങളുടെ രാജാവും അമർത്യനും അദൃശ്യനും ഏകദൈവമായവൻ എന്നാ പറയുന്നത്. Paul writes to Timothy, one of his greatest lines, to the God unseen, to the immortal, unseen, eternal God.
ഹല്ലേലൂയ. അപ്പം യേശു എന്ന് പറഞ്ഞാല് മനുഷ്യരൂപമെടുത്ത് ജഡമായി വന്ന ദൈവം ജഡമായി തീർന്നാണ് യേശു. Jesus is God who took the human form and came in the human എന്നാൽ flesh. എന്നാൽ യേശു എന്ന് പിതാവിന്റെ വലതുഭാഗത്ത് ജഡത്തോടുകൂടി തന്നെ ഇരിക്കുന്നു. And Jesus right now has a resurrected body, and with that resurrected body, he sits at the right hand of the Father. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്. And the Holy Spirit is God's Spirit. അപ്പൊ ദൈവത്തിന്റെ ആത്മാവാണ്, ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവ്. So God's Spirit is God himself. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഗോഡ് സ്പിരിറ്റും ഈവിൾ സ്പിരിറ്റിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കും.